കോഴിക്കോട് നിന്നാണ് ഉള്ളിയേരിയിലെ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതായി സംശയം. ഉള്ളിയേരി പെട്രോൾ പമ്പിന് സമീപത്തുള്ള വീട്ടിലെ CCTVയിലാണ് കടുവയെന്ന് തോന്നിക്കുന്ന ഒരു മൃഗത്തിന്റെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. രാജേഷ് കോയിക്കലാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാജേഷ്, ഒരു CCTV ദൃശ്യമാണ് മുന്നിലുള്ളത്. എന്താണ് നാട്ടുകാരുടെ ആശങ്ക? രജനി, അത്തോളി, ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തുകളിലാണ് കടുവ ഇറങ്ങിയതായി സംശയിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് അത്തോളി പഞ്ചായത്തിലെ വേളൂരിൽ കടുവയെ കണ്ടതായി ഒരു വീട്ടമ്മ പറഞ്ഞിരുന്നു. 2 ദിവസങ്ങൾക്കിപ്പുറം ഈ വേളൂരിൽ നിന്ന് 3 കിലോമീറ്റർ മാറി കൂമുള്ളിയിലും ഇത്തരത്തിൽ കടുവയെ കണ്ടതായി ചിലർ പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ആ ഭാഗത്ത് CCTV സെൻസർ ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം തുടരുകയാണ്. ഇതിനിടയിലാണ് ഈ കൂമുള്ളിൽ നിന്ന് 2 കിലോമീറ്റർ മാറി ഉള്ളിയേരിയിൽ ഇപ്പോൾ കടുവയുടേതെന്ന് തോന്നിക്കുന്ന ഒരു ജീവിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. അതായത് പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന താറോൾ റോഡ് ഹൈദറുടെ വീട്ടിലെ CCTVയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഹൈദർ ഗൾഫിലാണ്. അദ്ദേഹം അവിടെ നിന്ന് മൊബൈൽ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ദൃശ്യം കണ്ടത്. തുടർന്ന് വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. നിലവിൽ വനപാലകരും RRT സംഘവും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. എന്നാൽ കടുവയുടേതെന്ന് തോന്നിക്കുന്ന യാതൊരുവിധ കാൽപ്പാടുകളോ മറ്റൊന്നും അവിടെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ കടുവയാകാനുള്ള സാധ്യതയും നിലവിൽ വനപാലകർ തള്ളിക്കളയുന്നില്ല. എന്തായാലും പ്രദേശത്ത് ജാഗ്രത തുടരുകയാണ്. നേരത്തെ ഈ കൂമുള്ളിയിലും ഇത്തരത്തിലുള്ള സെൻസർ ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും അവിടെയും ആ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നില്ല. നിലവിൽ വനപാലകരെ സംശയത്തിലാക്കുന്ന കാര്യങ്ങൾ ഇവയാണ്. അതായത് പ്രദേശത്ത് ഈ വളർത്തുമൃഗങ്ങളെ ഒന്നും കടുവ പിടിച്ചതായി കാണുന്നില്ല. ഒപ്പം തന്നെ തെരുവ് നായ്ക്കൾ അടക്കമുള്ളവയുടെ പെരുമാറ്റത്തിലും അസ്വാഭാവികത ഒന്നും തന്നെ കാണുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അത് കടുവയാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമില്ലാത്തത്. എന്തായാലും സ്ഥലത്ത് ജാഗ്രത തുടരുകയാണ്.